ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്, പേജ് നമ്പർ 14. ചെറിയ വ്യത്യാസം. എന്താ നിങ്ങൾ വിചാരിക്കല്ലേ എപ്പോഴും പറയും ചെറിയ വ്യത്യാസം. വലിയ വ്യത്യാസമുണ്ടോ? ഇല്ല. The perimeter of a rectangle is 26 centimeter and the rectangle with twice the length and thrice the breadth has perimeter 62 centimeter. What is the length and breadth of the first rectangle? എന്തൊക്കെയാ മക്കളെ തന്നേക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ, അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഉണ്ട്, പെരിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം என்ன എഴുതും? പെരിമീറ്ററിന്റെ ഫോർമുല, റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ പറ, നിങ്ങൾ തന്നെ പറയണം. എന്താണ് പെരിമീറ്റർ? റെക്റ്റാങ്കിളിന്റെ ഫോർമുല 2 × L+B. നമുക്കറിയാം റെക്റ്റാങ്കിളിന് 2 ലെങ്ത് ഉണ്ട്, 2 ബ്രെഡ്ത്ത് ഉണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ്, 2 ലെങ്തും 2 ബ്രെഡ്ത്തും. അതാണ് 2 × L+B. ആണോ? നമ്മളിപ്പോ ഇതിട്ട് ചെയ്യുമോ? ഇല്ല. നമുക്കിവിടെ അറിയാത്തത് കൊണ്ട് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ വേരിയബിൾസ് ഉണ്ട്, എക്സ് എന്നും വൈ എന്നും. അപ്പൊ നമ്മൾ എന്നാ കൊടുക്കാൻ പോവാണ്? ലെറ്റ് ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ എത്രയാണ്? എക്സ്. അടുത്ത എന്നാണ്? ബ്രെഡ്ത്ത്. നിങ്ങൾ എന്നാ കൊടുക്കും? വൈ. ഒന്നാമത്തെ കേസിൽ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് 26 സെന്റിമീറ്ററിന്. ഒരു റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്ത്, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 26. അപ്പൊ നമ്മുടെ ഫോർമുല എന്നാ? ഇതല്ലേ. ആ ഫോർമുലയ്ക്കകത്തോട്ട് നമ്മൾ ആൻസർ ഇട്ട് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ആൻസർ എല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്, ക്ലൂസ് ആയിട്ട് കിടപ്പുണ്ട്. നമ്മൾ തപ്പിയെടുക്കുന്നതാണ് നമ്മുടെ വിജയം. ഓക്കെ. അപ്പൊ പെരിമീറ്റർ, അവിടെ പെരിമീറ്റർ ആൻസർ തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫോർമുലയ്ക്കകത്തോട്ട് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് റെക്ടാങ്കിൾ ആണ്, 2 റെക്ടാങ്കിൾ ഉണ്ട്. ഫസ്റ്റ് റെക്ടാങ്കിൾ 2 × 2 എഴുതി. എല്ലിന്റെ സ്ഥാനത്ത് എന്നാ കൊടുക്കും മക്കളെ? എക്സ് പ്ലസ് വൈ. ബിയുടെ സ്ഥാനത്ത് എന്നാ കൊടുക്കും? വൈ. പെരിമീറ്ററിന്റെ ആൻസർ തന്നിട്ടുണ്ട്, = 26 എന്ന്. മനസ്സിലായോ? അവർ ആൻസർ തന്നു 26 പെരിമീറ്ററിന്. അപ്പൊ നമ്മുടെ പെരിമീറ്ററിന്റെ ഫോർമുല ഇതാണ്, 2 × L+B. അപ്പൊ നമ്മൾ ആ ഫോർമുലയ്ക്കകത്തോട്ട് ആൻസർ ഇട്ട് കൊടുത്തു. 2 × L B എന്ന് വിടാൻ പറ്റുമോ? ഇല്ല. നമ്മളിവിടെ വേരിയബിൾസ് എക്സ് എന്നും വൈ എന്നുമാണ് കൊടുക്കുന്നത്. 26. ഇനി ഇവരൊന്ന് ഒറ്റയ്ക്കാക്കട്ടെ. അതിനു വേണ്ടി നമുക്ക് 2 രീതിയിൽ ചെയ്യാം. വേണം 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 2വിനെ ഇപ്പുറത്തോട്ടാണ് കൊണ്ടുപോകാം. നമുക്ക് എങ്ങനെ ചെയ്യണ്ടേ? 2വിനെ അപ്പുറത്തോട്ടാണ് കൊണ്ടുപോകാം അല്ലേ? 2 വെളിയിൽ കിടക്കുമല്ലേ. അപ്പൊ 2വിനെ ഒറ്റയടിക്ക് നമുക്ക് ഇപ്പുറത്തോട്ടാണ് കൊണ്ടുപോകാണ്. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ = 26. ഇവിടെ 2വിനെ എന്നാ ചെയ്യുമായിരുന്നു മക്കളെ? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 13 കിട്ടി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, എക്സ് പ്ലസ് വൈ = 13. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഓക്കെ. ഇനി സെക്കൻഡ് ഇക്വേഷൻ കാണാൻ പോവാണ്. വേറെ റെക്ടാങ്കിളുണ്ട്, അവരുടെ കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് റെക്ടാങ്കിൾ ആണ്. സെക്കൻഡ് റെക്ടാങ്കിൾ ട്വൈസ് ദ ലെങ്ത്. ലെങ്തിന്റെ ട്വൈസ് ആണ്. സെക്കൻഡ് റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാണ്? ഫസ്റ്റിനെ കാട്ടിൽ ട്വൈസ് ആണെന്ന് ലെങ്ത്. ഫസ്റ്റിന്റെ ലെങ്ത് നമ്മൾ തന്നെ എടുത്തേ, എക്സ് എന്നല്ലേ എടുത്തേ. നമ്മൾ എഴുതിയാൽ ഞാൻ തുടങ്ങി. ഫസ്റ്റിന്റെ ഫസ്റ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എടുത്തേ. അപ്പം അതിനെ കാട്ടി ട്വൈസ്, 2 മടങ്ങ്. അപ്പൊ നമ്മൾ എന്നാ എഴുതും? 2x. അതുപോലെ ബ്രെഡ്ത്ത് പറഞ്ഞിട്ടുണ്ട്. ബ്രെഡ്ത്ത് ആസ് ത്രൈസ് എന്നാ പറഞ്ഞത്. ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ്, അതായത് 3y. കണ്ടോ? കണ്ടീഷൻ മാറിയുണ്ടോ? നമ്മൾ ആദ്യത്തേന് ലെങ്ത് എക്സ് എന്നും ആദ്യത്തേന് ബ്രെഡ്ത്ത് വൈ എന്നും ആ കൊടുത്തേ. അപ്പൊ അവർ രണ്ടാമത്തേന് ആദ്യത്തേനെക്കാട്ടി ട്വൈസ് ലെങ്ത് ഉണ്ട്, അപ്പൊ 2x. ബ്രെഡ്ത്ത് ത്രൈസ് ഉണ്ട്, അപ്പൊ 3y. പെരിമീറ്റർ തന്നിട്ടുണ്ട് 62. നമുക്ക് പെരിമീറ്ററിന്റെ ഫോർമുല അറിയാമല്ലോ. എന്നാണ് പെരിമീറ്ററിന്റെ ഫോർമുല? 2 × L+B. നമ്മൾ എഴുതുവാണ്. 2 × L എത്ര? ഇവിടെ 2x പ്ലസ് ബി എത്രയാണ്? 3y. ആൻസർ അവർ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ 62 ആണ്. മുമ്പത്തെ പോലെ 2 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ മക്കളെ. 2x പ്ലസ് 3y = 62നെ എന്നാ ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് അല്ലേ? അപ്പൊ എത്ര കിട്ടും? 3 6 31 അല്ലേ? 31. നമുക്കൊന്ന് എടുത്തെഴുതാം. ഇവിടെ 2x പ്ലസ് 3y = 31. സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ.
2 ഇക്വേഷനും കിട്ടി. ഇതെല്ലാം ഞാൻ കളയുവാണേ, കുറേ എഴുതാനുണ്ട് ഇനി. ഓക്കെ, ഇനി ഒരുപോലെ ഉണ്ടോ ആരെങ്കിലും? അത് നമ്മൾ അടുത്ത് നോക്കാം. അപ്പോൾ ഒരുപോലെ ഉണ്ടോ? ഉണ്ടാക്കി ക്യാൻസൽ ചെയ്യണം. ഒരുപോലെ ഉണ്ടോ? ഇല്ല. ഇവിടെ x, ഇവിടെ 2x, ഇവിടെ y, ഇവിടെ 3y. അപ്പോൾ ഒരുപോലെ ആക്കണം. ആരെ ആക്കാം? എക്സിനെ ആക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ സ്വാഭാവികം അല്ലേ നമ്മുടെ എക്സിനെ ആക്കുന്നത്. അപ്പം എക്സിനെ ഇവിടെ x, ഇവിടെ 2x. അപ്പൊ ഇതിനെ എന്താക്കി മാറ്റണം? നമ്മൾ 2x ആക്കി മാറ്റണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ മൊത്തം ടേമിനെ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2x ആകത്തില്ലേ? അപ്പൊ ചെയ്തേ, മൾട്ടിപ്ലൈ ചെയ്തേ. 2 × x 2x പ്ലസ് ഒരാളെ മാത്രം മതിയോ? എല്ലാവരും വേണം മക്കളെ. 2y 13 × 2 എത്ര വരും? 26. ഇക്വേഷൻ മാറി 3 ആയി. അവരെ മാറ്റിയില്ലേ? അടുത്ത ആളെ അതുപോലെ തന്നെ എഴുതിക്കോ. 2x പ്ലസ് 3y = 31. അത് ഇക്വേഷൻ നമ്പർ 2 തന്നെയാണ്, മാറിയില്ല. അത് മാറ്റമൊന്നും സംഭവിച്ചില്ല. ഓക്കെ, ഇപ്പോൾ ഒരുപോലായി. 2x ഉം 2x ആയി. ഇനി ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യണമെങ്കിലോ ഒരാൾ പ്ലസും ഒരാൾ മൈനസും ആകണം. അപ്പോൾ ഒരാളെ മൈനസ് ആക്കട്ടെ. ആരെ? ഇവരെ നമ്മൾ മാറ്റിയില്ലേ? അപ്പോൾ ഇവരെ അങ്ങ് മാറ്റാം. എന്ത് ചെയ്യും? ഈ മൊത്തം ടീമിനെ നമ്മൾ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യം 3 എഴുതുവാണേ, കാൽക്കുലേഷൻ പോകാൻ വേണ്ടിയാണ്. അത് 3 ആയി. ഇത് മാറുക. മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സൈൻ മൊത്തം മാറിപ്പോ. ഇത് -2x ആകും, ഇത് -3y ആകും, ഇത് -31 ആകും. ഇക്വേഷനും മാറിയില്ലേ? ഇക്വേഷൻ നമ്പർ 4 പ്ലസ് 2x -2x ക്യാൻസൽ ആയി പോയി. ഇനി അടുത്ത +2y -3y എന്ത് ചെയ്യും? നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് വലുതിൻ്റെ സൈൻ. 3 ന്ന് 2 പോകെ 1, വലുത് 3. ഇവിടെയും പ്ലസും മൈനസും സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ. അപ്പം എത്രയാ? 26 5 അല്ലേ? 5 വെറും 5 ആണോ? -5 അല്ലേ? 1y എന്ന് പറഞ്ഞത് അപ്പുറത്തും ഇപ്പുറത്തും മൈനസ് കിടക്കുന്നു. മൈനസ് ക്യാൻസൽ ചെയ്തു. 1y എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ്? y തന്നെയാണ് മക്കളെ. ഇപ്പോൾ y = 5. y കിട്ടി. y എന്നായിരുന്നു നമ്മുടെ ബ്രെഡ്ത്ത് ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ x കണ്ടുപിടിക്കണ്ടേ? നമ്മുടെ ഏതെങ്കിലും ഇക്വേഷനകത്തോട്ട് ഏതാണ്ട് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഏതെങ്കിലും ഇക്വേഷൻ. ഞാൻ ഈ 1 നമ്മൾ ആദ്യം കിട്ടിയതില്ല. ഏതല്ലേ സിമ്പിളായിട്ട് കിടക്കുന്നത്? x + y = 13. അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ളത് x + y = 13. അതിനകത്തോട്ട് y-യുടെ വാല്യൂ 5 കൊടുക്കാൻ പോവാണ്. x + 5 = 13. x ഒറ്റയ്ക്കാക്കിക്കേ. 5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പൊ 13. 5നെ എന്നാണ് മക്കളെ? മൈനസ് ചെയ്യണം അല്ലേ? +5 ആയിരുന്നു, അപ്പുറത്തെ -5. അപ്പൊ x = അപ്പൊ എത്ര വരും? 8 അല്ലേ? 13 ന്ന് 5 പോകെ 8. അപ്പൊ x എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടി. x 8 y 5. അപ്പൊ നമുക്ക് ലാസ്റ്റ് എടുത്ത് എഴുതാം. x എന്നായിരുന്നു ലെങ്ത്. അപ്പൊ ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്ടാങ്കിൾ കേട്ടോ. റെക്ടാങ്കിൾ = ലെങ്ത് 8 cm and breadth of first rectangle = 5 cm. ശരിയല്ലേ? ശരിയാണ്. നിങ്ങൾ പഠിച്ചില്ലേ? ചെറിയ വ്യത്യാസമുള്ളൂ. നമ്മൾ ഈ ഇക്വേഷൻസ് മാറ്റി മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഒരുപോലെ ആക്കണം. കണ്ടോ? അപ്പം മുമ്പ് ചെയ്തതിനെ കടിച്ചുകൂടി ഈസി ആയില്ലേ മക്കളെ? ഒരുപോലെ ആക്കണം. പിന്നെ എന്ത് ചെയ്യണം? സൈൻ മാറ്റണം. അങ്ങനെ 2 പരിപാടിയിനകത്ത് ചെയ്തു. അപ്പോൾ ഇക്വേഷൻസിന് ഇങ്ങനെ നമ്പർ മാറ്റി മാറ്റി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ, തെറ്റാതിരിക്കും. ഒക്കെ മക്കളെല്ലാവരും ഒരു 2-3 തവണ കണ്ടിട്ട് തന്നെത്താനെ ചെയ്ത് നോക്കുക. എന്നിട്ട് മിടുക്കരായിട്ട് വാ. നമ്മൾ മാത്സിൽ എക്സ്പേർട്ടായിട്ട് വാ നിങ്ങൾ. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, റെക്കമെൻഡ് ചെയ്യണം. 10th തുടങ്ങുന്നുണ്ട്. അത് 10th ചേച്ചിമാരോട് പ്രത്യേകം പറയണം 10th തുടങ്ങുന്നുണ്ടെന്ന്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, അപ്പോൾ അവർക്കൂടെ മനസ്സിലാകില്ല ഞാൻ പറയുമ്പോൾ. ഓക്കെ മക്കളെ, താങ്ക് യു.